സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇടുക്കി തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിൽ. പണം കൈമാറാൻ ഇടനിലക്കാരനായ കോൺട്രാക്ടറും വിജിലൻസിന്റെ പിടിയിലായി. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ 2ാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയാണ് വിജിലൻസ് പിടിയിലായത്. ഇടനിലക്കാരൻ മുഖേന തൊടുപുഴ നഗരസഭയിലെത്തി പണം കൈമാറുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടിയത്. തൊടുപുഴയ്ക്ക് സമീപം കുമ്മംകല്ലിലുള്ള സ്വകാര്യ സ്കൂളിന്റെ ഫിറ്റ്നസ് ആവശ്യത്തിനായി സ്കൂൾ അധികൃതർ 1 മാസം മുമ്പ് അപേക്ഷ നൽകിയിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവിടെയെത്തി പരിശോധന നടത്തിയെങ്കിലും ഫിറ്റ്നസ് നൽകാൻ തയ്യാറായില്ല. പിന്നീട് സ്കൂൾ അധികൃതർ പലതവണ സർട്ടിഫിക്കറ്റിനായി സമീപിച്ചെങ്കിലും ലഭ്യമായില്ല. തുടർന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്കൂൾ അധികൃതരോട് AEക്ക് പണം നൽകിയാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പറഞ്ഞതായി വിജിലൻസ് വ്യക്തമാക്കി. ഇതനുസരിച്ച് AEയെ ചെന്ന് കണ്ടപ്പോൾ 1 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയായിരുന്നു. AEയുടെ സുഹൃത്ത് റോഷൻ വഴി പണം കൈപ്പറ്റുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിലാകുന്നത്. അതിൽ 1ാം പ്രതി അജി CT ആണ് എഞ്ചിനീയർ. 2ാം പ്രതിയായിട്ട് ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അബറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. അദ്ദേഹം കൈക്കൂലി കൊടുക്കാൻ പ്രേരിപ്പിച്ച ഒരു കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്യാമറയ്ക്കുള്ള സ്ഥലമായതുകൊണ്ട് ഈ പൈസ മറ്റൊരാളെ വിളിച്ചിട്ട്, അതൊരു കോൺട്രാക്ടറാണ്, അദ്ദേഹത്തെ വിളിച്ച് ഏൽപ്പിക്കുകയും അത് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ആ പണം കൈമാറുകയും ചെയ്തു. അത് റോഷൻ എന്ന് പറയുന്ന ഒരാളാണ് കോൺട്രാക്ടർ. അദ്ദേഹത്തെയാണ് പൈസ ഏൽപ്പിച്ചത്. അപ്പം പണം നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതും കൊടുത്തതും. അത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. സ്കൂൾ മാനേജറുടെ പരാതിയിലാണ് നടപടി. ഇടുക്കി വിജിലൻസ് DYSP ഷാജു ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ആണ് കേസിലെ 2ാം പ്രതി. ന്യൂസ് മലയാളം, ഇടുക്കി.